ഈ പറയുന്ന ആരെങ്കിലും 2-3 പെണ്ണുങ്ങളെ ഒറ്റയ്ക്ക് ഒരു ലോറിയിൽ കൊണ്ടുപോകാൻ അതിനാർക്കും ധൈര്യമില്ല. കള്ളന്മാരുടെ ശല്യം, ഉദ്യോഗസ്ഥരുടെ ശല്യം, ഉദ്യോഗസ്ഥരുടെ പോലീസ്, RTO, അങ്ങനെ പിന്നെ നാട്ടുകാരുടെ ശല്യം. അവൻ ബൈക്ക് കൊണ്ട് വിലങ്ങി നിർത്തി ഒന്നെങ്കിൽ 2 തെറി പറയുക, ഇല്ലെങ്കിൽ ഒരു കല്ലെടുത്ത് ഗ്ലാസ് എറിഞ്ഞ് പൊട്ടിക്കുക, ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ ഉണ്ടാവാറുണ്ട്. ഇതൊരു 10 പേര് തിരിച്ച് പ്രതികരിക്കുമോ? ഈ വരുന്നവനും ഓർക്കും അവർ നിസ്സാരക്കാരല്ലാന്ന് തരും. പക്ഷേ അങ്ങനെയുള്ള ഒരു ധൈര്യം ഈ സ്റ്റേറ്റിന് വെളിയിൽ പോകുന്നവർക്ക് വളരെ ചുരുക്കം പേർക്ക്. ഇപ്പോൾ 100 പേര് പോകുന്നുണ്ട്, ഒരു 5 പേർക്ക് പോലും ഉണ്ടാവില്ല. ഗൂഗിൾ മാപ്പ് നെറ്റ്വർക്കും ഒന്നുമില്ല. അപ്പുറം താഴെ നിന്ന് ഇങ്ങനെ വണ്ടി മഞ്ഞ് കാരണം കയറാതെ 2-3 വണ്ടി താഴെ ഇങ്ങനെ കിടക്കുക. അതുകൊണ്ട് ഒരാളിവിടെ നമ്മളെ ബ്ലോക്ക് ചെയ്ത് നിർത്തിയേക്കാം. ഞാനാണ് ഏറ്റവും മുന്നേ അയക്കുന്നത്. അപ്പോൾ എൻ്റെ പുറകിലൊരു ടാക്സി കൊടുക്കുന്ന ഒരു ഇന്നോവക്കാരനും കൊണ്ടായിരുന്നു. നമ്മളെ ഈ ചെയിനൊക്കെ ഉണ്ട് ടയർ ഇടാൻ. അപ്പോൾ അയാളുമായിട്ട് ഞാൻ പോയി സംസാരിച്ച് ഞാൻ ചോദിച്ചു ചെയിൻ ഇടണമെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞാൽ കുഴപ്പമില്ല പോകുന്നു. കുറേ നേരം കഴിഞ്ഞ് ഒരു സന്ധ്യ, ഒരു 7 മണിയായി, ഇരുട്ടി, ചെറിയ ഒരു വെട്ടമേ ഉള്ളൂ. അപ്പോഴത്തേക്ക് പിന്നെ കുറേ നേരം കഴിഞ്ഞപ്പോൾ പൊക്കോളാൻ പറഞ്ഞു. അപ്പം ഞാൻ മുന്നല്ല, ഞാൻ അങ്ങ് എടുത്ത് ശാലം അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും ഞാൻ നോക്കുമ്പോൾ ഇത് ഒന്ന് ഐസിനകത്തൂടെ മഞ്ഞ ഗ്ലാസ് പോലെ കിടക്കുക. അപ്പം ഞാൻ ഈ മഞ്ഞിനകത്തൂടെ ഒന്നും ഓടിച്ചിട്ടൊന്നുമില്ല. ഒരു 100-300 മീറ്റർ എന്ന് പറഞ്ഞുകൊണ്ടല്ലോ അന്തരീക്ഷത്തിൽ കൂടെ ആയിരുന്നു. അങ്ങോട്ടോ ഇങ്ങോട്ടോ പോയിട്ടുണ്ട്. ഇങ്ങോട്ട് പോയാൽ പിന്നെ കുഴപ്പമില്ല, മറ്റേ വണ്ടിക്കിട്ട് തട്ടുള്ളൂ. ലെഫ്റ്റിലേക്ക് പോയാൽ ഭയങ്കര കുഴിയാണ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ അങ്ങോട്ടോ ചായവി ലെഫ്റ്റിലേക്ക്. അതെ, ഇവള് ഭയങ്കരമായിട്ട് ഞാനും ഭയങ്കരമായിട്ട് പഠിച്ചു വരും. 40 കിലോമീറ്റർ ഇറങ്ങി കഴിഞ്ഞാൽ താഴെ ലെവലിലെത്തിയത്. അപ്പോൾ അവിടുന്ന് താഴെ പോലത്തെ കുഴി എന്തേരം ഉണ്ടായിരുന്നു ഓർത്ത് നോക്കി. നമ്മൾ കാണാത്ത എത്ര ശതമാനം കാര്യങ്ങൾ ശരിക്കും ട്രാവലിംഗിൽ സംഭവിക്കുന്നുണ്ട്? കാണാത്ത അധികമൊന്നുമില്ല, ഒരു 10% കൂട്ടിയാണ്. ഇത് ഈ അലമ്പുണ്ടാക്കാൻ എടുക്കാൻ വീഡിയോ എടുക്കാൻ ആളില്ല. ആ ഒരു സമയത്ത് നോക്കി എടുക്കണ്ടേ. അത് ഭയങ്കര ബഹളമാണ്. ഇവര് നമ്മളിങ്ങനെ പറയില്ലേ, ഇവരിങ്ങനെ ഇറങ്ങാൻ നേരം ആകുമ്പോൾ ഇവരൊരു അലമ്പുണ്ടാക്കും, പിന്നെ നമ്മളെല്ലാവരും മിണ്ടാണ്ടെങ്കിലും ഇരിക്കണമെന്ന്. അങ്ങനെ എത്ര തവണ ഉണ്ടായിരുന്നറിയോ ഇവരിങ്ങനെ അലമ്പുണ്ടാക്കും. പിന്നെ കുറച്ചു നേരം സൈലൻസ് എല്ലാവരും. പിന്നെ പതുക്കെ ചിറ്റേന്ന് ഞാനും അങ്ങോട്ടേന്ന് പറയാം, പോയിണ്ട് അവർ അത് പറയാം. എന്നെ പറഞ്ഞ അച്ഛനെടുത്തോട്ട് ചിറ്റ അമ്മയെടുത്ത് സാരില്ല, അതൊക്കെ കഴിഞ്ഞില്ലേ, പോയില്ലേ, അങ്ങനെ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറയും. മറ്റ് സ്റ്റേറ്റിലെ പോലീസുകാരും കേരള പോലീസും ഡിഫറെന്റ് എന്താ തോന്നിയിട്ടുള്ളത്? ശരി, മറ്റ് സ്റ്റേറ്റിലുണ്ടല്ലോ നിയമം എന്ന് പറയുന്നത് അത് ആ പുസ്തകത്തിൽ മാത്രമേ ഉള്ളൂ. ഒന്നും നമ്മൾ പാലിക്കണ്ട. കൈ കാണിക്കുമ്പോൾ എന്തെങ്കിലും കൊടുത്താൽ മതി, എന്തും ചെയ്യാം. ലൈസൻസ് വേണ്ട, വണ്ടിക്ക് പേപ്പറൊന്നും വേണ്ട, എന്തും ചെയ്യാം. ആരും ഒന്നും നോക്കിയല്ല. ഏത് നിയമം ആദ്യം വന്നാലും അത് കേരളത്തിലായിരിക്കും നടപ്പാക്കുന്നത്. വേറൊരു സ്റ്റേറ്റിൽ നിയമമുണ്ട് നടപ്പാക്കുന്നത്, ഏതും അങ്ങനെ. ആദ്യം പുള്ളി പറഞ്ഞു കുറച്ചതാ, ഒരു 50-100 രൂപ ഇങ്ങതാ. അപ്പോൾ ഞാൻ ചോദിച്ചു എന്തിനാ? അപ്പോൾ പുള്ളി പറഞ്ഞ ചായ കുടിക്കാൻ ഒരു 10-20 ഇങ്ങതാന്ന്. അപ്പോൾ ഞാൻ ചോദിച്ചു ചായ കുടിക്കാൻ ഞാൻ എന്തിനാ കാശ് തരണേ? അപ്പോൾ പുള്ളി പറഞ്ഞ പുള്ളി രാത്രി ഉറക്കമൊക്കെ അളച്ച് ഇവിടെ വന്ന് നിൽക്കുന്ന നമുക്ക് വേണ്ടി നിങ്ങളുടെ പ്രൊട്ടക്ഷന് വേണ്ടിയാണ് ഞാൻ ഉറക്കം കളഞ്ഞ് ഇവിടെ നിൽക്കുന്നതെന്ന് വെച്ചു. അപ്പോൾ ചോദിച്ചു അപ്പോൾ പോലീസല്ലേ, അപ്പോൾ ജോലിയുണ്ടേ? അപ്പോൾ പുള്ളി എന്നോട് ചോദിക്കുന്നത് 10 രൂപ 10 രൂപ. ഞാൻ പറഞ്ഞു 10 രൂപ ഒന്നുമില്ല, ഞാൻ എൻ്റെ ഒന്നുമില്ല. പുള്ളിയുടെ തല പറ്റില്ല. കുറച്ച് നേരം ഞങ്ങളിങ്ങനെ മുഖത്തോട് മുഖം നോക്കി ഇങ്ങനെ ഒന്നും. ലാസ്റ്റ് പുള്ളിയും ചിരിച്ച് ഞാനും ചിരിച്ചു. പിന്നെ പൊക്കോളാൻ പറഞ്ഞു. മലയാളി പെൺകുട്ടി അതെ, കുറച്ചു നേരം ചിരിച്ചു. എന്നിട്ട് ലാസ്റ്റ് കുറച്ചു നേരം അങ്ങോട്ട് ഇങ്ങനെ നോക്കിയിരുന്നു. പിന്നെ ചിരിച്ചപ്പോൾ പുള്ളി പറഞ്ഞു കൊളമാ. ചില സ്റ്റേറ്റിലെ പോലീസുകാർക്ക് വണ്ടിയുടെ പേപ്പർ പോലും നോക്കാൻ അറിയത്തില്ലാത്ത ആൾക്കാരാണ്. യൂണിഫോം ഇല്ല ഒറ്റ പോലീസുകാർക്കും. ഒരു കയ്യിൽ അല്ല ഒരു പാൻറ് ഇട്ട് ഒരു ഷർട്ട് ഇട്ട് യൂണിഫോം ഒന്നുമില്ല, നേരെ നിൽക്കത്തില്ലാത്ത ആൾക്കാർ ചെല്ലുന്നിടത്തെല്ലാം പിരിവാന്നിട്ട്. ചെറിയ പൈസ ഒന്നുമില്ല, 1000 രൂപയും 2000 രൂപയും ചോദിക്കുന്നത്. പോലീസാണെന്നൂടെ നമുക്കറിയത്തില്ല. പിന്നെ കുറച്ച് ഗുണ്ടകളും ഉണ്ടാവും. ഓരോ പോലീസ് ഹെഡ് പോസ്റ്റുകളുണ്ട് അവിടെ. വിജയവാഡയ്ക്ക് ഇപ്പറേ ഏത് ഇന്ത്യൻ ഓയിലാണോ HP ആണോ? HP ഒരു പമ്പ് 4 ലൈനാണ് റോഡ്, 6 ലൈനാണ്. അപ്പം റോഡ് സൈഡിൽ വണ്ടി നിർത്തി ഒരു സർവീസ് റോഡും കഴിഞ്ഞിട്ടാണ് ഈ പമ്പ് അവിടെ ഇരിക്കുന്നത്. അപ്പോൾ ഇവരിറങ്ങി അങ്ങ് പോയി. ഇവരവിടെ ചെന്നപ്പം അയാൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ആന്ധ്ര വന്നാൽ തെലുങ്ക് സംസാരിക്കണം, ഇംഗ്ലീഷൊന്നും സംസാരിക്കാൻ പുള്ളിക്ക് താല്പര്യമില്ല. അതെന്ത് നിയമമാണ്? അപ്പോൾ ഈ പുള്ളി ഈ ആന്ധ്രയ്ക്ക് വെളിയിൽ പോകത്തില്ല, അവിടെ തന്നെ ഇരിക്കുള്ളായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള ഒരു പമ്പിൻ്റെ ഓണറാണ് പറയുന്നതെന്ന് ഓർക്കണം. നേരെ മറിച്ച് ആ ഒരു ഇതിലിപ്പം ഇവർ ഈ പ്രാവശ്യം വന്നത്തെ പമ്പ് മുത്ത് പറഞ്ഞു, ആ ഓണർ അവിടെ നിന്ന് പമ്പ് ക്ലീൻ ചെയ്യിക്കുകയും വരുന്ന ആൾക്കാർ അവർ ഡീസൽ അടിക്കുന്നൊന്നും നോക്കുന്നില്ല. അവർക്കുള്ള ഫെസിലിറ്റി അവിടെ അതുപോലെ കൊടുക്കുന്നുണ്ട്. അത് ഓരോ ബിസിനസ് ചെയ്യുന്ന ആളുടെ മൈൻഡാണ്. ഇതേപോലെ തന്നെ ഒരു പമ്പിൽ പോയി പണ്ട് ഞങ്ങൾ അവിടെ കൊണ്ടാക്കി. അതും ഈ പറഞ്ഞല്ലോ, അതായത് ഒരു ഇത്രയും യാത്രയ്ക്കിടെ ഒരു മോശം അനുഭവം എന്ന് പറഞ്ഞാൽ ഉള്ളൂ. അത് കർണാടകയിൽ പിന്നെ സോളാപൂർ മഹാരാഷ്ട്ര ബോർഡർ കർണാടകയിൽ തന്നെ ഒരു BPCL പമ്പിൽ ഇതിപ്പോൾ ഉണ്ടാക്കി. അയാൾ ഓണറും വെള്ളം അടിച്ചിട്ട് വന്നിച്ച് ഞങ്ങളോടൊക്കെ ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. അയാളുടെ സ്റ്റാഫ് തെറ്റ് ചെയ്തു. എന്നിട്ട് വന്നിച്ച് അയാളെ ന്യായീകരിച്ച് പറയുകയൊക്കെ ചെയ്തു. അത് പിന്നെ നമ്മൾ കംപ്ലയിൻറ്റ് കൊടുക്കുകയൊക്കെ ചില വിഷയമൊക്കെ ആയി. അത് മാത്രമേ ഇത്രയും നാളിനിടയ്ക്കുള്ളൂ. പക്ഷേ ഇങ്ങനെയുള്ള ആൾക്കാരും ഉണ്ട്. അതാണ് ഞാനിപ്പോൾ പറഞ്ഞേ. ഒരു 75% 80% പേരും നല്ല ആൾക്കാർ തന്നെയാണ്.
കുറച്ച് പേര് ഇങ്ങനെ ഉണ്ടാവും. അപ്പം നമ്മുടെ സമയമാസത്തിന് ഇങ്ങനെയുള്ള ചെല്ലുന്നെങ്കിൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ അയാളുടെ സ്ഥാപനം നല്ല, അയാൾ ഇപ്പം ആന്ധ്രയിൽ നിന്നുള്ളവരുടെ മാത്രമേ ഡീസൽ കൊടുക്കുന്നുള്ളൂ, അതല്ലല്ലോ. വെളിയിൽ വരുന്നവരെ അത് ഓരോരുത്തരുടെ കാഴ്ചപ്പാടാണ്. അങ്ങനെയുള്ള ആൾക്കാരുണ്ട് കേട്ടോ. ഇപ്പം ഞാൻ പറഞ്ഞില്ല, ഇപ്പോൾ ഇത്തരം സിറ്റുവേഷൻ വരുന്ന സമയത്ത് നമ്മൾ വേറൊരു സ്റ്റേറ്റിലാണ്, അപ്പം നമുക്ക് പ്രതികരിക്കാൻ കുറച്ച് ടെൻഷൻ ഉണ്ടാവും. അങ്ങനെ പേടികളുണ്ടാവോ ചില സമയത്ത്? നമുക്ക് വഴക്ക് വേണ്ട, അങ്ങനെ ടെൻഷൻ ഉണ്ട കാര്യമില്ല. എന്നാണെന്നറിയോ, ഈ അവിടെ അല്ലെങ്കിൽ അതിൻ്റെ സെയിൽസ് ഓഫീസറുടെയൊക്കെ നമ്പറൊക്കെ ഉണ്ടാവും, അതെടുത്ത് വിളിക്കണം. വിളിക്കുമ്പോൾ ആദ്യം അയാൾ പമ്പുകാർക്ക് ഫേവറായിട്ടേ സംസാരിക്കത്തുള്ളൂ. പക്ഷെ നമ്മൾ അങ്ങോട്ട് എന്ത് പറയുന്നു അതനുസരിച്ച് അയാളെയും ബാധിക്കുന്ന കാര്യമാണല്ലോ. ഇല്ലെങ്കിൽ ഇതിൻ്റെ മുകളിൽ ആളുണ്ടല്ലോ, അടുത്ത ആളെ വിളിക്കും, അത്രേ ഉള്ളൂ. ഇതൊക്കെ തുമ്പിൽ ചെയ്യാമെന്നുള്ളൂ. പക്ഷേ അത് നമുക്ക് തോന്നണം അന്നേരം. അത് സംസാരിക്കുന്ന കാര്യത്തിലും അങ്ങോട്ട് നല്ലപോലെ നമ്മൾ അങ്ങനെ നമ്മൾ അവിടുന്ന് പെട്രോൾ അടിച്ചില്ലെങ്കിലും ഡീസൽ അടിച്ചില്ലെങ്കിലും നമുക്ക് ആ സർവീസ് ചെയ്യാൻ അവർ ബാധ്യസ്ഥരാണ് തരാൻ. അപ്പോൾ പിന്നെ നമ്മളതിനകത്ത് ഇത് പറയേണ്ട കാര്യമില്ല. ഇല്ലെങ്കിൽ തന്നെ അതിൻ്റെ ഏതൊരു ഓഫീസറെ വിളിച്ചാലും, വലിയ ഓഫീസറെ ഈ സാധാരണ സെയിൽസ് ഓഫീസർമാരെ വിളിച്ചാൽ വലിയ ഇതൊന്നും മൈൻഡ് ചെയ്യല. അപ്പം അതിന് മുകളിലേക്ക് വിളിക്കുമ്പോഴത്തേനും ഇവർക്ക് ചൂടാവുള്ളൂ. അങ്ങനെയൊക്കെ ഉണ്ട്, പലയിടത്തും അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഞങ്ങൾ സ്ഥിരം പരിപാടി അത് തന്നെയായിരുന്നു. ഒരിടയ്ക്ക് അത് തന്നെയായിരുന്നു. എല്ലാ മിക്കവാറും പമ്പിലൊക്കെ പോയി ഇങ്ങനെ വീഡിയോ എടുക്കും, വഴക്കുണ്ടാക്കും, അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. എത്ര പമ്പ് അതുകൊണ്ട് ക്ലീൻ ആയെന്നറിയോ? വീഡിയോ എടുത്ത് അയച്ചു കൊടുക്കും. അന്നേരം കുറച്ച് കഴിയുമ്പോൾ അത് ക്ലീൻ ചെയ്തിട്ട് ഞങ്ങൾക്ക് ഫോട്ടോ ഇട്ട് തരും. അങ്ങനെയൊക്കെ ഒത്തിരി ചെയ്തിട്ടുണ്ട്, വീഡിയോ കാണിക്കാത്ത ഒരുപാട് കാര്യങ്ങൾ. പിന്നെ കുറേ കാലം കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ തന്നെ നോക്കിയാലൊന്നും ഇത് നടക്കുകയില്ല. അതുകൊണ്ട് പിന്നെ ഇപ്പം പിന്നെ അങ്ങനെ വള്ളി പിടിക്കാൻ പോകുന്നില്ല. ശരിക്കും നമ്മളിപ്പോൾ വീഡിയോസിൽ ഇപ്പം നമ്മൾ കാണാത്ത കുറേ കാര്യങ്ങൾ ഇപ്പം പറയുമ്പോൾ നമ്മൾ അറിയുന്നുണ്ടല്ലോ. അപ്പോൾ വീഡിയോയിൽ കുറച്ച് കാര്യങ്ങൾ ഉൾക്കൊള്ളിക്കാൻ പറ്റും, അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ. നമ്മൾ കാണാത്ത എത്ര ശതമാനം കാര്യങ്ങൾ ശരിക്കും ട്രാവലിംഗിൽ സംഭവിക്കുന്നുണ്ട്? കാണാത്ത അധികമൊന്നുമില്ല, ഒരു 10% കൂട്ടിയാണ്. ഞങ്ങൾ തന്നെ അലമ്പുണ്ടാക്കും. ശരിക്കും പറയേ, ഹസ്ബൻഡ് ആൻഡ് വൈഫ് ട്രാവൽ ചെയ്യുന്ന സമയത്ത് പോകുമ്പോൾ ഹാപ്പി ആയിരിക്കും, തിരിച്ചു വരുമ്പോൾ രണ്ടുപേരും രണ്ട് സൈഡ് ആയിരിക്കുന്നു. പക്ഷെ നമ്മൾ ഭയങ്കര ഒത്തൊരുമയിൽ പോകുന്ന രണ്ടുപേരെ നമ്മൾ കാണാറ്. ഇത് ഈ അലമ്പുണ്ടാക്കാൻ എടുക്കാൻ വീഡിയോ എടുക്കാൻ ആളില്ല, ആ ഒരു സമയത്ത് നമുക്ക് എടുക്കണ്ടേ. പെട്ടെന്ന് കോംപ്രമൈസ് അത് ഭയങ്കര ബഹളാ. ഇവര് നമ്മളിങ്ങനെ പറയില്ലേ, ഇവര് ഇങ്ങനെ ഇറങ്ങാൻ നേരം ആകുമ്പോൾ ഇവര് അലമ്പുണ്ടാക്കും, പിന്നെ നമ്മളെല്ലാരും മിണ്ടാണ്ടെങ്കിലും ഇരിക്കണമെന്ന്. അങ്ങനെ എത്ര തവണ ഉണ്ടായിരുന്നറിയോ ഇവരിങ്ങനെ അലമ്പുണ്ടാക്കും. പിന്നെ കുറച്ചു നേരം സൈലൻസ് എല്ലാവരും. പിന്നെ പതുക്കെ ചിറ്റ ഞാനും അങ്ങോട്ടേക്കും പറയാം, പോയി മിണ്ട് അവരോട് പറ, അത് പറ എന്നെ പറഞ്ഞ അച്ഛനെടുത്തോട്ട് ചിറ്റ അമ്മ എടുത്ത്, സാരില്ല അതൊക്കെ കഴിഞ്ഞില്ലേ പോയില്ലേ, അങ്ങനെ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറയാറുണ്ട്. അവരുടെ ഒരു എഫേർട്ട് ഉണ്ട് ശരിക്കും. ഇപ്പം നിങ്ങൾ ഇപ്പം വീഡിയോസ് ഇട്ട് തുടങ്ങിയ ശേഷം ഈ ലോറി ഡ്രൈവേഴ്സിനെ കാണുന്ന കാഴ്ചപ്പാട് അതൊരുപാട് മാറിയിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് നമ്മൾ എവിടെയെങ്കിലും ലോങ് ട്രാവൽ ചെയ്യുമ്പോൾ വഴിയിൽ ലോറി ട്രക്കൊക്കെ പോകുന്നുണ്ടെങ്കിൽ നമ്മൾ മനസ്സിൽ വിചാരിക്കും ഇവർക്ക് എന്തത് ഈ സമയത്ത് പോണേ, സൈഡാക്കി കൂടെ. നമ്മുടെ ആറ്റിറ്റ്യൂഡും ഡിഫറെൻ്റ് ആണ്. പക്ഷെ വീഡിയോസ് വന്നതിന് ശേഷമാണ് ഇത് അത്ര എളുപ്പമല്ല ഇത് ഓടിക്കാൻ, ഇതിൻ്റെ പുറകിലുള്ള കഷ്ടപ്പാട് കാര്യങ്ങൾ അതൊരുപാട് ഈ മേഖലയിൽ ജോലി ചെയ്യുന്നവർക്ക് സത്യം പറഞ്ഞാൽ ആ ഒരു തെറ്റിദ്ധാരണ മാറാൻ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ആൻഡ് പേഴ്സണലി ഒരുപാട് പേര് അങ്ങനെ സംസാരിച്ചിട്ടുണ്ടാവും. ആ ഒരു ചേഞ്ച് അത് കൊണ്ടുവരാൻ നിങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. സോ അതെങ്ങനെയാണ് കാണേണ്ടത് നിങ്ങൾ രണ്ടുപേരും? ഈ ലോറിയിൽ പോകുന്ന ചില സ്ഥലങ്ങളിൽ നമ്മൾ ചെല്ലുമ്പം കേരളത്തിലുള്ളവർ തന്നെ, മലയാളികൾ തന്നെ ഒരുപാട് പേര് ചെല്ലുന്നിടത്തെ ഡ്രൈവർമാർ പറഞ്ഞിട്ടുണ്ട്, ചേച്ചി വണ്ടിയെ പോകാൻ തുടങ്ങിയ പിന്നെ ഞങ്ങളോടുള്ള അല്ലെ നമ്മളോടുള്ള ഒരു ആൾക്കാരുടെ കാഴ്ചപ്പാട് മാറിയിട്ടുണ്ട്, ഒരുപാട് വ്യത്യാസം. ഇതൊക്കെ പറയുമ്പോഴും കുറച്ച് ആൾക്കാരുണ്ട്. അതെന്നുവെച്ചാൽ അതൊരു ഏജ് കഴിഞ്ഞ ആൾക്കാരാണ് ഇങ്ങനെ സംസാരിക്കുന്നത്. ചിലർക്ക് അംഗീകരിക്കാൻ ബുദ്ധിമുട്ടുള്ളവരുണ്ടല്ലോ. അപ്പം ഞാൻ ഈയിടെ നമ്മുടെ ടെക് ട്രാവലേറ്റിൻ്റെ ഒരു ഇതിനകത്ത് ഒരു കാര്യം പറഞ്ഞിരുന്നു. എന്ന് പറഞ്ഞാൽ ഈ ലോറിയെ പോകുന്നവരെ നമ്മൾ കാണുന്നതും ഇല്ലെങ്കിൽ കുറച്ച് പേര് തന്നെ അവർ വലിയ പുലിയാണെന്ന് അല്ല വില്ലന്മാരാണെന്നുള്ള രീതിയിൽ ഒരു റീലെടുത്തിരുന്നതിനകത്താണ് ആയിക്കോട്ടെ ഏതിനകത്തായാലും അങ്ങനെ കാണിക്കുന്നത്. അതൊക്കെ ഈ നാട്ടിൽ മാത്രമേ ഉള്ളൂ. അത് വെളിയിൽ പോകുമ്പോൾ ഇവരാരും അങ്ങനെ അല്ലാന്ന് ഞാൻ പറഞ്ഞാൽ അതിനടി ഭയങ്കര കമൻറ്റ് വന്നു, നിങ്ങൾക്ക് പേടിയാണെങ്കിൽ കുഴപ്പമില്ല അങ്ങനെ. ഈ പറയുന്ന ആരെങ്കിലും 2-3 പെണ്ണുങ്ങളെ ഒറ്റയ്ക്ക് ഒരു ലോറിയിൽ കൊണ്ടുപോകാൻ അതിനാർക്കും ധൈര്യമില്ല. ഇപ്പം ഞാൻ പോകുന്നുണ്ട്, ചിലപ്പം ഞങ്ങൾ 3 തന്നെ പോയി, ഞാനും ജലജയും മൊത്തം കൂടെ തന്നെ പോയി, മേഘാലയ അമ്മയും കൂടെ തന്നെ പോയി. അങ്ങനെ കൊണ്ടുപോകാൻ ഈ പറയുന്ന ആർക്കും ധൈര്യമില്ല. എന്നിട്ട് എനിക്ക് പേടിയാന്ന് പറഞ്ഞു. അപ്പം ഈ പോകുന്നവരെല്ലാം നമ്മുടെ സ്റ്റേറ്റ് വിട്ട് കഴിയുമ്പം എല്ലാ ഡ്രൈവർമാരും എന്ന് വെച്ചാൽ പല ഭാഷ അറിയത്തില്ല, അതിലും ഉണ്ടാവും കള്ളന്മാരുടെ ശല്യം, ഉദ്യോഗസ്ഥരുടെ ശല്യം. ഉദ്യോഗസ്ഥരെന്ന് പോലീസ്, RTO, അങ്ങനെ പിന്നെ നാട്ടുകാരുടെ ശല്യം. നാട്ടുകാരെന്ന് ഇപ്പം ചുമ്മാ ഒരാൾ വൈകുന്നേരം വെള്ളം അടിച്ചിട്ട് പോകുമ്പോഴായിരിക്കും വെളിയിൽ നിന്ന് വരുന്നൊരു ലോറി കാണുന്നത്. അവൻ ബൈക്ക് കൊണ്ട് വിലങ്ങി നിർത്തി ഒന്നെങ്കിൽ 2 തെറി പറയുക, ഇല്ലെങ്കിൽ ഒരു കല്ലെടുത്ത് ഗ്ലാസ് എറിഞ്ഞ് പൊട്ടിക്കുക, ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ ഉണ്ടാവാറുണ്ട്. പക്ഷെ അന്നേരം ഒന്നും ഈ പറയുന്ന ആരും ഇവിടെ പ്രതികരിക്കുന്നില്ല. അതുകൊണ്ടാണ് ലോറി ഡ്രൈവർമാരോട് വീണ്ടും ഇതുപോലുള്ള പ്രശ്നങ്ങൾ കൂടുതലുണ്ടാകുന്നത്. ഇതൊരു 10 പേര് തിരിച്ച് പ്രതികരിക്കുമോ? ഈ വരുന്നവനും ഓർക്കും
അവർ നിസ്സാരക്കാരല്ലാന്ന് ചെയ്തു. പക്ഷെ അങ്ങനെയുള്ള ഒരു ധൈര്യം ഈ സ്റ്റേറ്റിന് വെളിയിൽ പോകുന്നവർക്ക് വളരെ ചുരുക്കം പേർക്ക്, ഇപ്പോൾ 100 പേര് പോകുന്നുണ്ട്, ഒരു 5 പേർക്ക് പോലും ഉണ്ടാവില്ല. അതിപ്പം ഞങ്ങൾ മേഘാലയയിൽ വെച്ച് ചെന്നപ്പം അവിടെ വെച്ച് ബൈക്കിന് വന്നെന്ന് കുറച്ച് പേര് വന്ന് നിർത്തിയില്ലേ? മേഘാലയയിൽ വന്ന് ഞങ്ങൾ ലോഡ് കയറ്റി കൊണ്ടുവന്നു. അപ്പോൾ അവിടെ ഒരു സ്റ്റുഡൻസിൻ്റെ ഒരു യൂണിയൻ ഉണ്ട്. അപ്പോൾ അതിലെ ലോറി പോകുമ്പം ഇവരൊരു പൈസ ടോൾ പോലെ ഒരു ഫീസ് മേടിക്കും, ഒരു റെസിപ്റ്റ് തരും, 200 രൂപയും 300 രൂപയൊക്കെ. അപ്പം ഞങ്ങൾ ലോഡ് കയറ്റി വന്നപ്പം റോഡിലാരുമില്ല. അവർ റോഡ് ചുമ്മാ കൈ കാണിച്ച് നിർത്തി ശകലം കൊണ്ടായിസോ അത് ഇത് മേടിക്കാന്നുള്ള റെസിപ്റ്റും തരും. അതൊരു യൂണിയൻ അതിന് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പം ഞങ്ങൾ വന്നപ്പോൾ അവിടെ ആരെയും കണ്ടില്ല. ഞാൻ ഓടിച്ചിരുന്നത്, ഞാൻ നിർത്താൻ ഇങ്ങനെ പോന്നു. ഇങ്ങനെ പോന്നപ്പോഴത്തേനും പുറകെ ഒരു 1 കിലോമീറ്റർ വന്നു കാണും. പുറകെ ബൈക്കേ വന്നു 2 പേര്. അത് രാത്രിയില്ല, ഒരു 8-9 മണിയായി. ചെറിയ വഴിയുവാ. അപ്പോൾ ബൈക്കേ വന്ന്, ശരിക്കും പക്കാ ഗ്രാമപ്രദേശമാണ്. അപ്പം ഇങ്ങനെ ബൈക്കേ വന്നിട്ട് വണ്ടി തടഞ്ഞു നിർത്തി. എന്ന് വെച്ചാൽ എനിക്ക് അന്നേരം മനസ്സിലായി വരാമെന്ന് പറഞ്ഞു. അപ്പം നിർത്തി, എന്നാന്ന് ചോദിച്ചു. അത് നിങ്ങളവിടെ വണ്ടി നിർത്താത്തത് തന്നെയാണെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, നീ അവിടെ റോഡിൽ നിന്ന് കൈ കാണിച്ചാലേ വണ്ടി നിർത്താൻ പറ്റുള്ളൂ, നിങ്ങളവിടെ ആയിരുന്നു. അപ്പോൾ അവർ അകലെ നിന്ന് ടോർച്ചടിച്ചെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, ടോർച്ചടിക്കുന്നത് എന്നാന്ന് അറിയാമല്ലോ, അത് വേറെ കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങളെ അവിടെ നിന്ന് ടോർച്ചടിച്ചെടുത്തത് വണ്ടി നിർത്തേണ്ട കാര്യമില്ലല്ലോ എന്ന് പറഞ്ഞു. ഉടനെ അവന്മാർ അവിടെ നിന്ന് എല്ലാവരുടെയും വെള്ളമാണ്. അപ്പോൾ അവിടെ നിന്ന് ഇവർ ചൂടായി, വണ്ടി പുറകോട്ടെടുക്ക്, അങ്ങോട്ട് പോകണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, എന്നാ കാര്യം, ഇത് ഇന്നപോലെ ഒരു ഇതുണ്ട്, യൂണിയൻ്റെ പിരിവുണ്ട്, ആ പൈസ തരണമെന്ന്. എത്ര രൂപ? 200 രൂപ. ഇനി ഒരു 5 റെസിപ്റ്റ് ആ പൈസ തന്നേക്കാം. ഇവിടെ തരാൻ പറ്റില്ല, വണ്ടി പുറകോട്ട് പോകണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, വണ്ടി പുറകോട്ട് എടുക്കാൻ പറ്റില്ല, തിരിക്കാൻ പോയിട്ട് 1 കിലോമീറ്റർ തിരിക്കാനൊന്നും സ്ഥലമില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, എടുക്കാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു. റെസിപ്റ്റ് കൊണ്ടുവരികയാണെങ്കിൽ നിനക്ക് പൈസ തരാം, ഇല്ലെങ്കിൽ ഞാൻ പോകുന്നു. അപ്പോൾ അങ്ങനെ വണ്ടി ചാടിക്കട തുടങ്ങുന്നു. പിന്നെ ഉടനെ വേറൊരു കാറ് വന്നില്ലേ, കാറ് വന്നവരോട് ഇവന്മാർ പറഞ്ഞപ്പോൾ അവന്മാരും നമുക്കെതിരായിട്ട് പറഞ്ഞു, നിങ്ങൾ അവിടെ നിർത്തണം. അങ്ങനെ ഞാൻ സ്ട്രോങ് ആയിട്ട് തന്നെ അവിടെ നിന്ന് വീഡിയോ കൂടെ എടുക്കുന്ന കണ്ടപ്പോഴത്തേനും ഇവന്മാർ വീഡിയോ എടുത്തു സംസാരിച്ച്. അപ്പം പതുക്കെ ഇവന്മാർ പുറകോട്ട് വലിയാൻ തുടങ്ങി. അത് കഴിഞ്ഞിട്ട് ഞാൻ വീഡിയോ എടുക്കല്ലെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അല്ല, വീഡിയോ എടുത്തില്ലെങ്കിലും കുഴപ്പമില്ല. ഞാൻ പറഞ്ഞു, ഇതാ CCTV ഉണ്ട്, ഓൾറെഡി എല്ലാം റെക്കോർഡറാന്ന് പറഞ്ഞു, അതുകൊണ്ട് കുഴപ്പമില്ല എന്ന് പറഞ്ഞു. എന്നിട്ട് ഞാൻ പറഞ്ഞു, ഒരു കാര്യം ചെയ്യുന്ന റെസിപ്റ്റ് കൊണ്ടോ പൈസ തന്നേക്കാന്ന് പറഞ്ഞു. പിന്നെ ഞങ്ങൾ അവിടെ നിന്നു. ഒരുത്തനും വിളിച്ചു പറഞ്ഞു, അവിടുന്ന് അമ്മ റെസിപ്റ്റ് കൊണ്ടുവന്നു, പൈസ കൊടുത്ത് ഞങ്ങൾ പോന്നു. പക്ഷേ പിന്നെ ഭയങ്കര ലോഗ്യം. അത് കഴിഞ്ഞിട്ട് ഞാൻ അവനോട് അന്നേരം തന്നെ പറഞ്ഞു, ഇത് ഓൾറെഡി യൂട്യൂബിൽ വരും, നിങ്ങളുടെ വീഡിയോ എടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ അതിനൊന്നും ആർക്കും ഈ പറയുന്ന ധൈര്യമൊന്നും കാണില്ല. ഈ ചാനൽ ഏതാണെന്ന് ചോദിച്ചു. ചാനൽ അവൻ്റെ ഫോൺ മേടിച്ച് ചാനൽ ഞാൻ സബ്സ്ക്രൈബ് ചെയ്ത് കൊടുത്തു. ഇതിനകത്ത് 3-4 ദിവസം കഴിയുമ്പം ഈ വീഡിയോ വരുമെന്ന് പറഞ്ഞു, നോക്കിക്കോളാൻ പറഞ്ഞു. അങ്ങനെ കൂടെ പറഞ്ഞിട്ട് പോന്നു. അപ്പോൾ അതിനുള്ള ധൈര്യമൊന്നും ഈ പറയുന്ന ആർക്കും ഇല്ല. അപ്പം അങ്ങനെ നമ്മൾ പ്രതികരിച്ചാൽ നാളെ വേറൊരു വണ്ടിക്ക് ഇത് ഉണ്ടാകത്തില്ല. പക്ഷേ അത് വളരെ കുറവായിട്ട് ഡ്രൈവർമാർ പോകുന്നവർക്ക് അങ്ങനെ അത് ഭാഷയുടെ പ്രശ്നം ഉണ്ടാവും. ഇനി അല്ലെങ്കിൽ തന്നെ വെളിയിൽ നിന്ന് ഉള്ള ആൾക്കാർ നമ്മൾ ലോറിക്കാരെ ഉപദ്രവിക്കാൻ വേണ്ടി തന്നെയുള്ള ആൾക്കാരാണെന്നാണ് ഇവരുടെ ഒരു കാഴ്ചപ്പാട്. അങ്ങനെ അതേപോലെ തന്നെ ഒരു റാബ യൂണിയൻ്റെ വേറൊരു ട്രിപ്പ് ഞങ്ങൾ പോയപ്പം അത് ഈ ഗ്രാമപ്രദേശങ്ങളിൽ കൂടി പോയാൽ എല്ലായിടത്തും ഉണ്ട്. ഇത് ഒരു 3-4 കിലോമീറ്റർ അടുത്തുണ്ട്. അപ്പോൾ ഒരിടത്ത് ചെന്നപ്പോഴത്തേനും അത് ഒരു 4 മണി സമയമാവും, ഉച്ച കഴിഞ്ഞ്. അപ്പം അവർ ഇതുപോലെ പിരിവ് ചോദിച്ചു. അപ്പോൾ ഞാൻ ചെന്നപ്പോൾ 300 രൂപ അവിടുത്തെ പിരിവ്. അവരുടെ റെസിപ്റ്റ് ഇല്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, റെസിപ്റ്റ് ഇല്ല, അങ്ങനെ പൈസ തരുന്നേ? റെസിപ്റ്റ് തീർന്നു പോയെന്ന് പറഞ്ഞു. തീർന്നു പോയാൽ ഞങ്ങൾ പൈസ തരില്ല, ഞാൻ പോകുമെന്ന് പറഞ്ഞു. അമ്മ പറഞ്ഞു, ഒരാൾ വരത്തില്ല, നീ വണ്ടി അങ്ങോട്ട് ഒതുക്കുക ഇങ്ങോട്ട് ഒതുക്കുക പറഞ്ഞു. വണ്ടി ഒതുക്കിയിട്ട് കുറച്ച് നേരം ഇരുന്നു. തിരിച്ച് ഞാൻ അവിടെ ചെന്ന് ഇവനോട് ദേഷ്യപ്പെട്ട് സംസാരിക്കുമ്പോഴത്തേനും അവൻ പറയുന്നത്, കാലിങ്ങനെ പൊക്കി ഒരു സ്റ്റെപ്പിലോട്ട് പൊക്കി വെച്ച് സംസാരിച്ച് ഇഷ്ടപ്പെട്ടില്ല, താത്ത് വെച്ചാൽ. ഞാൻ പറഞ്ഞു, അതൊന്നും കുഴപ്പമില്ലെന്ന് പറഞ്ഞു. പൈസ വേണേ, റെസിപ്റ്റ് എന്നാൽ പൈസ തരാം, ഇല്ല ഞങ്ങൾ പോകുന്നു. അപ്പോൾ അവിടെ ആൾക്കാരൊക്കെ ചെറിയൊരു ജംഗ്ഷനാണ്, അവിടെയുള്ളവരെല്ലാം ശ്രദ്ധിക്കുന്നുണ്ട്. കുറച്ച് നേരം കഴിഞ്ഞിട്ട് ഇവരുടെ റെസിപ്റ്റ് ഇല്ല. അപ്പോൾ ഇവർ പറഞ്ഞു, റെസിപ്റ്റ് ഞങ്ങളുടെ കയ്യിലില്ല. റെസിപ്റ്റ് ഇല്ലെങ്കിൽ ഞാനങ്ങനെ നിനക്ക് പൈസ തരുന്നതെന്ന് ചോദിച്ചു. റെസിപ്റ്റ് ഉണ്ട് തരാമെന്ന് പറഞ്ഞ് ഒരു 5 മിനിറ്റ് അവിടെ നിന്ന്. അത് കഴിഞ്ഞിട്ട് അതുവരെ ദേഷ്യപ്പെട്ട് സംസാരിച്ച ഒരാളുണ്ടായിരുന്നു. ആ ആളങ്ങ് പതുക്കെ മാറി, വേറൊരാൾ വന്നു, കൂടെയുള്ള ആൾ. അപ്പോൾ പുള്ളിയോട് ഞാൻ ചോദിച്ചു, അല്ല ഞാൻ എടുത്ത് പോകാൻ എന്നാലും പറയണ്ടോന്ന് ചോദിച്ചു. അന്നേരത്തിന് പറഞ്ഞു, ഒരു കാര്യം ചെന്നപ്പോൾ നിങ്ങൾ പൊക്കോളാൻ പറഞ്ഞു, റെസിപ്റ്റ് ഇല്ല, ഞങ്ങൾ എന്നെ ചെയ്യാനാന്ന് ചോദിച്ചു. പൈസ കൊടുത്തില്ല. അപ്പോൾ അവിടെ നിന്ന് ആൾക്കാരെല്ലാം ഇങ്ങനെ നോക്കിയിരിക്കണേ. ഞങ്ങൾ വന്ന് കയറി വണ്ടി എടുത്ത് ഞങ്ങൾ പോകുന്നു, ഒന്നും സംഭവിച്ചില്ല. ഇപ്പം നിങ്ങളുടെ വീഡിയോസ് ഇരുന്നുകൊണ്ടുള്ള ഒരു ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനത്തെ ഉള്ള കാര്യങ്ങളിൽ പ്രതികരിക്കും, അത് വീഡിയോ അപ്ലോഡ് ചെയ്യും, അത് ബാക്കിയുള്ള ഡ്രൈവേഴ്സിന് ഹെൽപ്ഫുൾ ആവും. കാരണം നിങ്ങൾക്ക് ഒരു വ്യൂ ഉണ്ട്. ഇപ്പം നിങ്ങൾ പ്രതികരിച്ചാൽ അതിപ്പം ആ ഒരു കോൺഫിഡൻസ് ഉണ്ടല്ലോ, ഇത്ര ആളുകളിലേക്ക് എത്തും, അത് എത്രത്തോളം ഹെൽപ്ഫുൾ ആവുന്നുണ്ട് ശരിക്കും. പക്ഷെ അത് നമ്മളല്ല ശരിക്കും പറയുന്നത്, അത് കാണുന്ന ആൾക്കാരാണ് പറയേണ്ടത്. ഒരുപാട് പേര് പറയാറുണ്ട് ഇന്നപോലെ ഓരോ സ്ഥലങ്ങളിൽ. ഇതിപ്പോൾ നമ്മളിങ്ങനെ വണ്ടി എല്ലാത്തൂടെയും ഓടാൻ തുടങ്ങിക്കഴിഞ്ഞപ്പോൾ തന്നെ പല സ്ഥലങ്ങളിലേക്കും മറ്റു വണ്ടികളൊക്കെ പോകാൻ തുടങ്ങിയിട്ടുണ്ട്. പിന്നെ ഈ കുറച്ചെന്ന് പറഞ്ഞാൽ പിന്നെ എന്നാണെന്നറിയോ, ഇതൊക്കെ ധൈര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ മൈൻഡിൽ, എന്നാലും നമ്മുടെ ഒരു ബുദ്ധിയിൽ തോന്നുന്ന കാര്യങ്ങൾ ചെയ്താൽ എവിടെയും ചുമ്മാ നമ്മൾ ഇതെന്താണെന്ന് വെച്ചാൽ ലോറിക്കാരുടെ ഒരു മൈൻഡ് എന്താണെന്ന് വെച്ചാൽ ആരും
കൈ കാണിച്ചാലും അന്നേരം പൈസ എടുത്ത് കൊടുക്കുക. അങ്ങനെ ഒരു ശീലമായിപ്പോയി. പരമ്പരാഗതമായിട്ട് അങ്ങനെയായിരുന്നു ശീലിച്ചത്. അങ്ങനെ ശീലിച്ചു വന്നാൽ അതുപോലെ കൊടുക്കുക. എന്തിനാന്നോട് ചോദിക്കാനുള്ള ഒരു ഇതും ഇല്ല. അങ്ങനെ ഒരു പ്രശ്നമാണ്. അതുകൊണ്ട് തന്നെ ഇപ്പം ഒരു പോലീസുകാരൻ ഡ്യൂട്ടി കഴിഞ്ഞ് ഇവിടെ അല്ല വെളി സ്റ്റേറ്റിലെ കാര്യമാണ് പറയുന്നത്, വീട്ടിലേക്ക് പോകാമെന്ന് വെച്ചോ, അന്നേരം ആയിരിക്കും അതേ ഒരു വണ്ടി, ഒരു കേരള വണ്ടിയോ അല്ലെങ്കിൽ ഒരു തമിഴ്നാട് വണ്ടിയോ പോവുക. അപ്പോൾ നോർത്തിലാണെന്ന് വെച്ചോ, നേരെ പുള്ളി ബൈക്ക് തിരിക്കും, നേരെ ഈ വണ്ടിയുടെ മുന്നോട്ട് കൊണ്ട് ചുമ്മാ അങ്ങ് നിർത്തും, ഒന്നും ചോദിക്കണ്ട, നേരെ 100-200 എടുത്ത് കൊടുക്കും. അപ്പോൾ അവൻ പറയും 100 കൊടുത്താലേ 200 കൊടുത്താൽ പറയാൻ 500 തരാൻ പറയും. അപ്പോൾ 10-300 കൊടുത്തു, എന്നിട്ട് മേടിച്ച് പോക്കറ്റിച്ചുകൊണ്ട് പോകും. പൈസ കൊടുക്കാൻ പോവാ. അങ്ങനെ ഒരു കാര്യം. അത് ഡ്രൈവർമാരുടെ കയ്യിൽ കുറച്ച് മിസ്റ്റേക്ക് ഉണ്ട്. ഇപ്പോൾ ഒന്നും ഒരിടത്തും അങ്ങനെ പൈസ കൊടുക്കേണ്ട കാര്യമില്ല. കൊടുക്കുകയെന്ന് പറഞ്ഞാൽ അത്രേ ഉള്ളൂ. എന്തിനാണ് തരുന്നത്? നമ്മുടെ വണ്ടിയിൽ നിയമപരമായിട്ടല്ലാത്ത എന്തെങ്കിലും കാര്യങ്ങളോ, ഓവർലോഡോ അല്ലെങ്കിൽ വേല ലൈസൻസ് ഇല്ലാതോ അല്ല പേപ്പർ ഇല്ലാതെ ഒക്കെ ഓടിക്കുകയാണെങ്കിൽ ഇതെന്തെങ്കിലും ഉള്ളൂ. അല്ലാതെ പറയുമ്പോൾ എല്ലാം നമ്മൾ ലീഗലായിട്ട് തന്നെ ഒരു പ്രശ്നമില്ല. അങ്ങനെ വരുമ്പോൾ പൈസ തരാൻ പറ്റില്ലെന്ന് പറഞ്ഞാൽ അത്രേ ഉള്ളൂ, സ്ട്രോങ് ആയിട്ട് പറഞ്ഞാൽ. പക്ഷെ അങ്ങനെ ആരും പറയാനുള്ള ഒരു ഇത് ധൈര്യം കാണിക്കുന്നില്ല. ഇപ്പൊ പോലീസിലും ഡിഫറെന്റ് പറഞ്ഞു. ഇപ്പൊ കേരള പോലീസ് കുറെ കാലം സ്ട്രിക്റ്റ് ആണ്, അതുകൊണ്ട് തന്നെ ഈ ഡ്രൈവേഴ്സ് കൃത്യമായിട്ട് വണ്ടി ഓടിക്കാനും ഇപ്പം റൈറ്റ് സൈഡും ലെഫ്റ്റ് സൈഡും നോക്കി ഡ്രൈവ് ചെയ്യാനൊക്കെ ശ്രദ്ധിക്കാറുണ്ട്. പക്ഷെ മറ്റ് സ്റ്റേറ്റിലെ പോലീസുകാരും കേരള പോലീസും ഡിഫറെന്റ് എന്താ തോന്നിയിട്ടുള്ളത്? ശരി, മറ്റ് സ്റ്റേറ്റിലുണ്ടല്ലോ നിയമം എന്ന് പറയുന്നത് അത് ആ പുസ്തകത്തിൽ മാത്രമേ ഉള്ളൂ, ഒന്നും നമ്മൾ പാലിക്കണ്ട. കൈ കാണിക്കുമ്പോൾ എന്തെങ്കിലും കൊടുത്താൽ മതി, എന്തും ചെയ്യാം. ചോദിച്ചിട്ടുണ്ട്. പിന്നെ ലൈസൻസ് വേണ്ട, വണ്ടിക്ക് പേപ്പറൊന്നും വേണ്ട, എന്തും ചെയ്യാം, ആരും ഒന്നും നോക്കില്ല. അവർ വരുമ്പം ഇതൊന്നും ചോദിക്കില്ല. ഇപ്പം വേറെ സ്റ്റേറ്റിലൊക്കെ രാജസ്ഥാനിലോ ഹരിയാനയിലോ അങ്ങോട്ടൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ പലയിടത്തും കൊച്ചു പിള്ളേർ, ഈ കുഞ്ഞിക്കളിലൊക്കെ എത്ര പിള്ളേർ വണ്ടി ഓടിച്ചുകൊണ്ട് പോകില്ല, ഒരു വലിയ ട്രെയിലറൊക്കെ ഈ പബ്ലിക് റോഡിൽ കൂടെ ലൈസൻസും കാണുകയിലൊന്നുമില്ല, എന്നിട്ട് പോകുന്ന പോക്ക് ഓർക്കുന്നുണ്ടോ? നമ്മൾ എന്നാ പോക്ക വന്നേ, ഒരു ഡ്രൈവറെ കാണുള്ളൂ, ഒരു പിള്ളേരെ ആരെങ്കിലും കൂടെ ഇങ്ങോട്ട് പോകും. അപ്പോൾ അതിന് ലൈസൻസ് ഒന്നും വേണ്ട, പോലീസുകാർ പിടിച്ചാലും വിഷയമില്ല. പോലീസുകാർ പിടിച്ചാൽ എന്നാലും പൈസ കൊടുക്കും, അത്രേ ഉള്ളൂ. പക്ഷെ അത് കേരളത്തിൽ നടക്കില്ല. കേരളത്തിൽ നിയമം എങ്ങനെയാണോ, ഏത് നിയമം ആദ്യം വന്നാലും അത് കേരളത്തിലായിരിക്കും നടപ്പാക്കുന്നത്. വേറെ ഒരു സ്റ്റേറ്റിൽ നിയമമുണ്ട്, നടപ്പാക്കുന്നില്ല, ഏതും അങ്ങനെ. അത് ഞങ്ങൾ അന്ന് ബംഗാളിൽ വെച്ചിട്ട് നൈറ്റ് ഞങ്ങളിങ്ങനെ അതുവഴി പോയായിരുന്നു. അപ്പോൾ ഇങ്ങനെ കുറേ വഴിയിലെല്ലാം ഇഷ്ടം പോലെ പോലീസുകാരായിരിക്കും. അപ്പോൾ ഇവരിങ്ങനെ ആദ്യം പുള്ളി പറഞ്ഞു കുറച്ച് ഇതാ, ഒരു 50-100 രൂപ ഇങ്ങിതാ. അപ്പോൾ ഞാൻ ചോദിച്ചു എന്തിനാ? അപ്പോൾ പുള്ളി പറഞ്ഞു ചായ കുടിക്കാൻ ഒരു 10-20 ഇങ്ങിതാന്ന്. അപ്പോൾ ഞാൻ ചോദിച്ചു ചായ കുടിക്കാൻ ഞാൻ എന്തിനാ കാശ് തരണേ? അപ്പോൾ പുള്ളി പറഞ്ഞു പുള്ളി രാത്രി ഉറക്കമൊക്കെ അളച്ച് ഇവിടെ വന്ന് നിൽക്കുന്നത്, നമുക്ക് വേണ്ടി നിങ്ങളുടെ പ്രൊട്ടക്ഷന് വേണ്ടിയാണ് ഞാൻ ഉറക്കം കളഞ്ഞ് ഇവിടെ നിൽക്കുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ ചോദിച്ചു അപ്പോൾ പോലീസല്ലേ, അപ്പോൾ ജോലി ഉണ്ടേ? അപ്പോൾ പുള്ളി എന്നോട് ചോദിക്കുന്നത് 10 രൂപ 10 രൂപ. ഞാൻ പറഞ്ഞു 10 രൂപയൊന്നുമില്ല, ഞാൻ എൻ്റെ കയ്യിലൊന്നുമില്ല. പുള്ളിയുടെ തല പറ്റില്ല. കുറച്ച് നേരം ഞങ്ങളിങ്ങനെ മുഖത്തോട് മുഖം നോക്കി ഇങ്ങനെ ഒന്നും. ലാസ്റ്റ് പുള്ളിയും ചിരിച്ച് ഞാനും ചിരിച്ചു. പിന്നെ പൊക്കോളാൻ പറഞ്ഞു. മലയാളി പെൺകുട്ടി അതെ, കുറച്ചു നേരം ചിരിച്ചു. എന്നിട്ട് പിന്നെ ലാസ്റ്റ് കുറച്ചു നേരം അങ്ങോട്ട് ഇങ്ങനെ നോക്കിയിരുന്നു. പിന്നെ ചിരിച്ചപ്പോൾ പുള്ളി പറഞ്ഞു പൊക്കോളാൻ പറഞ്ഞു. കാര്യമില്ല. ചില സ്റ്റേറ്റിലെ പോലീസുകാർക്ക് വണ്ടിയുടെ പേപ്പർ പോലും നോക്കാൻ അറിയത്തില്ലാത്ത ആൾക്കാരുണ്ട്. പക്ഷെ അതൊന്നും വേണ്ട, കൈ കാണിക്കുക, പിരിവ് മേടിക്കുക. അങ്ങനെ ചിലപ്പം പോലീസുകാർ പോലും ഹൈവേ നിൽക്കുന്നത് നല്ല മദ്യപിച്ചിട്ടായിരിക്കും, ഒരു ലെവലില്ലാതെ. അതെന്തായാലും മേഖലയ്ക്ക് പോയപ്പോഴായിരുന്നു ഏറ്റവും കൂടുതൽ യൂണിഫോം ഇല്ല ഒറ്റ പോലീസുകാർക്കും. ഒരു കയ്യിൽ അല്ല ഒരു പാൻറ്റും ഇട്ട് ഒരു ഷർട്ടും ഇട്ട് യൂണിഫോം ഒന്നുമില്ല, നേരെ നിൽക്കത്തില്ലാത്ത ആൾക്കാർ ചെല്ലുന്നിടത്തെല്ലാം പിരിവാന്നിട്ട്. ചെറിയ പൈസ ഒന്നുമില്ല, 1000 രൂപയും 2000 രൂപയും ചോദിക്കുന്നത്. എന്നിട്ട് പോലീസാണെന്നോട് നമുക്കറിയത്തില്ല. പിന്നെ കുറച്ച് ഗുണ്ടകളും ഉണ്ടാവും, ഓരോ പോലീസ് ഹെഡ് പോസ്റ്റുകളുണ്ട് അവിടെ. നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ യൂണിഫോം നിർബന്ധമാണ്. അങ്ങനെ ഭയങ്കര ഗുണ്ടായുസമുണ്ട്. ഈ ഡ്രൈവിങ്ങിലാണെങ്കിൽ തന്നെ ഇപ്പം കൃത്യമായിട്ട് നിയമങ്ങൾ പാലിക്കുന്ന, പുറത്ത് ട്രാവൽ ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ അത് നടക്കുന്ന കാര്യമില്ല. ഈ അങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ടോ? കൃത്യമായിട്ടും ഇവിടത്തെക്കാട്ടെ ഏത് സ്റ്റേറ്റാണ് കൃത്യമായിട്ട് അങ്ങനെ നിയമങ്ങൾ പാലിച്ച് ഡ്രൈവ് ഒക്കെ ചെയ്യണേ? അത് കേരളത്തിലേ ഉള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ തമിഴ്നാട് കുറച്ചുകൂടെ ഇപ്പം കുറെ നിയമങ്ങളൊക്കെ ഇച്ചിരി സ്ട്രിക്റ്റ് ആയിട്ട്. പിന്നെ നോർത്ത് ഈസ്റ്റ് കുറച്ചുകൂടെ, നോർത്ത് ഈസ്റ്റില് എല്ലാം കുറച്ചുകൂടെ ഒക്കെ പാലിച്ചാണ്. പിന്നെ എല്ലായിടത്തും ഓണടി ഒട്ടും ഇല്ലാത്ത, ഈ ഷില്ലോങ് ഒട്ടും ആരും ഓണടിക്കല, ഹെഡ്ലൈറ്റ് ബ്രൈറ്റ് ഇടുകയില്ല, ഡിമ്മിട്ടേ ഓടിക്കുള്ളൂ. കേരളത്തിൽ ഓണടി കേരളത്തിലൊന്നും ഇല്ല, കുറവാണ്. അതെന്നാന്ന് വെച്ചാൽ വേറെ സ്റ്റേറ്റ് നമ്മൾ പോകാത്തതുകൊണ്ടാണ്. അയ്യോ, ആ കഴിഞ്ഞ ദിവസം മധുരയൊക്കെ പോയിട്ട് ഓണടി, അതെല്ലാം ഒരുവിധം ബീഹാർ എല്ലാ സ്റ്റേറ്റും അങ്ങനെ തന്നെയാണ്. നോർത്തിലേക്കുള്ള എല്ലാ സ്റ്റേറ്റുകളും അങ്ങനെ, സൗത്തിലേക്ക് അത്രയില്ല. പിന്നെ നോർത്ത് ഈസ്റ്റിലേക്കും അത്രയില്ല. ആസാമാണൊക്കെ ആണെങ്കിലും അതെ, ഡ്രൈവിങ് നല്ല ഡ്രൈവിംഗ് കൾച്ചറാണ്. എന്നുവെച്ചാൽ ഡിമ്മടിച്ച് വരും, സൈഡ് വരും, വെളിയിൽ നിന്ന് വരുന്ന വണ്ടിയോട് അങ്ങനെ ശല്യമില്ല. പക്ഷേ നോർത്തിലേക്ക് നേരെ തിരിച്ചാണ്. വെളിയിൽ നിന്ന് ഇത് ഇപ്പോൾ സൗത്തിലേക്കൊക്കെ ഉള്ള വണ്ടി കാണുമ്പോഴത്തേക്കും ഇച്ചിരി ഇതൊക്കെ ഉണ്ട്. പിന്നെ പണ്ടത്തെ അപേക്ഷിച്ച് ഇപ്പോൾ കുറവാണ്. ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ആൾക്കാർ മാറി പുതിയ ജനറേഷൻ വരുമ്പോൾ
കുറച്ച് വിദ്യാഭ്യാസമൊക്കെ ആകുമ്പോൾ അതിന് കുറച്ച് വ്യത്യാസമുണ്ട്. അതുകൊണ്ട് അങ്ങനെ വലിയ പ്രശ്നമൊന്നുമില്ല. അപ്പോൾ പ്രശ്നമില്ലയെന്ന് ചോദിച്ചാലും ഉണ്ട് കേട്ടോ. എന്നാലും പഴയതിൽ നിന്ന് കുറച്ചുകൂടെ ബെറ്ററായിട്ട് അതെ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. പിന്നെ നമുക്കിപ്പോൾ കേരളത്തിലാണ് എല്ലാ നിയമങ്ങളും പാലിച്ചും കറക്റ്റായിട്ട് നോക്കിയിട്ട് വണ്ടി ഓടിക്കുന്നതും ബാക്കിയുള്ളവർ ഓടിക്കുന്നതും എല്ലാം. അതുപോലെ വേറെ സ്റ്റേറ്റുകൾ വളരെ കുറവാണ്. പിന്നെ നോർത്ത് ഈസ്റ്റ് വലിയ കുഴപ്പമില്ല എന്നുള്ളൂ. ഈ ഡ്രൈവേഴ്സിൽ ഇപ്പം ലോറി ഡ്രൈവേഴ്സിൽ തന്നെ അവർ ഈ ഡ്രൈവിംഗിൽ ചിലത് ശ്രദ്ധിക്കണം എന്ന് തോന്നിയിട്ടുള്ള എന്തെങ്കിലും കാര്യമുണ്ടോ ശരിക്കും? അത് തീർച്ചയായിട്ടും അതുണ്ട് ഒരുപാട്. അത് ഈ ഓരോ അപകടങ്ങളുടെയും കാരണം തന്നെ ഒരു 90% ഡ്രൈവർമാരുടെ മിസ്റ്റേക്ക് ആയിരിക്കും. പല കാരണങ്ങൾ കൊണ്ട്. ഒന്നെങ്കിൽ ഉറക്കം വന്നാൽ നിർത്താതെ ഒരു അരമയക്കത്തിൽ വണ്ടി ഓടിക്കും. രാത്രിയിലൊക്കെ കൂടുതലും ലോറികൾ അപകടം ഉണ്ടാകുന്ന കൂടുതലും അങ്ങനെ ആവും. ഉറക്കം വന്ന് അപ്പുറം കൊണ്ട് നിർത്താമെന്ന് ഉറക്കും, പക്ഷേ ഒരു സെക്കൻഡ് ചിലപ്പോൾ മയങ്ങിപ്പോകും. അങ്ങനെ അത് പിന്നെ മദ്യപിച്ചിട്ട് വണ്ടി ഓടിക്കുന്നത്, പിന്നെ കണ്ടീഷനില്ലാത്ത വണ്ടികൾ, അങ്ങനെ അത് കുറേ കാര്യങ്ങളുണ്ട്. അതൊന്നും കറക്റ്റായിട്ട് ഹൈവേയിൽ നോക്കാൻ ഹൈവേ പോലീസ് പോലും ശരിക്കായിട്ട് ഇല്ല. ഇപ്പോൾ ഈ കഴിഞ്ഞ ട്രിപ്പ് ഞങ്ങൾ ഈ ഗുജറാത്ത് പോകുമ്പം കർണാടക വെച്ച് ഒരു അപകടം ഉണ്ടായിട്ട് ഒരു ബൈക്ക്, അയാൾക്ക് വെള്ളമായിരുന്നു ബൈക്കേ വന്ന ആൾ, വേറൊരു കാറിൻ്റെ ഇടിച്ച് കാറ് നിർത്താതെ പോയി. കാർ അയാളുടെ മേത്തോടെ കയറിപ്പോയെന്നാണ് തോന്നുന്നത്. അവിടെ 2 കാലും ഒടിഞ്ഞ് കൈ ഒടിഞ്ഞ് ഒടിഞ്ഞ് തിരിഞ്ഞ് കിടക്കുക റോഡിൽ തന്നെ. അവിടെ എങ്ങും ഒരു സ്ട്രീറ്റ് ലൈറ്റോ ഒന്നുമില്ല. അത് ഡബിൾ ലൈൻ റോഡാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും വരുത്തി കൂടാ വരുന്നത്. അപ്പോൾ ആദ്യം വന്നൊരു കാറുകാരൻ, അയാൾ വന്ന് ചേട്ടാ അത് കറക്റ്റ് ട്രാക്കിൽ അയാൾ കിടക്കുന്നു, ബൈക്ക് റോഡിന് വെളിയിലും. അപ്പോൾ കാറുകാരൻ വന്നു ഇയാളുടെ പുറത്ത് കയറേണ്ടതായിരുന്നു. അന്നേരം പിന്നെ അയാൾ കണ്ടയച്ച് അവിടെ നിർത്തിയിട്ട് ബാക്കി വരുന്ന വണ്ടിയെല്ലാം തിരിച്ചു. അന്നേരം ഞങ്ങൾ വന്നപ്പോഴും ഇതുപോലെ കിടക്കുക. പക്ഷേ സംസാരിക്കുന്നൊക്കെ ഉണ്ട്, ഒരു കുഴപ്പമില്ല, തലയ്ക്കൊന്നും വേറെ കുഴപ്പമില്ല. പക്ഷെ നല്ല മദ്യപിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ വന്ന അപകടം അത്. എന്നിട്ട് പിന്നെ അവിടെ നിന്ന് പോലീസിനെ വിളിച്ച് എല്ലാം കൂടെ പോലീസ് വന്നില്ല, ആംബുലൻസ് വന്നേ 3/4 മണിക്കൂർ കഴിഞ്ഞാൽ അവിടെ തന്നെ കിടന്നു. ഇതേപോലെ ഒത്തിരി വണ്ടികൾ വന്നു. അതോ പിന്നെ വരുന്നവരും ഭയങ്കര സ്പീഡിൽ വന്നിട്ട് 2-3 വണ്ടി വന്ന് ഇയാളുടെ മേത്ത് കയറണ്ടായിരുന്നു. ഇത്ര ആൾക്കാർ നിന്ന് കൈ കാണിക്കുകയും പറയുകയും ചെയ്തിട്ടൂടെ. ഞങ്ങൾ എമർജൻസി ലൈറ്റും ഒക്കെ വെച്ച് ടോർച്ച് തെളിച്ച് ഫോൺ ഓണാക്കി ഒക്കെ എല്ലാവരും നിൽക്കുക. പിന്നെ കുറച്ച് കല്ലും അവിടെ കണ്ട കല്ലും ചപ്പും ഒക്കെ വാരി ഞങ്ങൾ ഇട്ടു. പക്ഷേ എന്നിട്ട് ഒരു ഭയങ്കര സ്പീഡിലാണ് വണ്ടികൾ വരുന്നത്. എന്നിട്ട് 3/4 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ആംബുലൻസ് വന്ന് ആംബുലൻസിൽ പുള്ളിയെ കയറ്റി കഴിഞ്ഞപ്പോൾ പോലീസ് വന്നു. അതൊക്കെ നമ്മുടെ ഹൈവേയിലെ അവസ്ഥകൾ വരുന്നത്. ഇപ്പൊ ഞാൻ ചിന്തിക്കായിരുന്നു, ഇത്ര സിറ്റുവേഷനിൽ വേണമെങ്കിൽ നമുക്കും നിർത്താതെയൊക്കെ പോവാലോ. പക്ഷേ അവിടെ അതാണ് അതാ ഒരുപാട് അപകടങ്ങൾ നമ്മൾ എപ്പോഴും കാണാം. അതൊക്കെ കുറച്ചൊക്കെ ഇത് പറഞ്ഞില്ലേ, ഈ അപകടം ഉണ്ടായ ശരിക്കും അയാൾ മദ്യപിച്ച് വണ്ടി ഓടിച്ചോണ്ടാ. അത് കഴിഞ്ഞ ഒരാളും വന്നു, അത് ഞങ്ങളുടെ പുറത്തൂടെ കയറണ്ടായിരുന്നു ഒരു ബൈക്കേൽ. അത് പുള്ളിക്കും വെള്ളമായിരുന്നു. ഭയങ്കര സ്പീഡ് വന്നു, കൈ കാണിച്ചപ്പോൾ പുള്ളി പേടിച്ചു. ആദ്യം ഒന്ന് ചവിട്ടിയപ്പോൾ ഈ ബൈക്ക് ഇങ്ങനെ സ്ലിപ്പായി കഴിഞ്ഞപ്പോഴത്തേനും ഞങ്ങളുടെ നേരെ വരും. ഞങ്ങൾ ഓടി മാറി റോഡിൽ നിന്ന്. ഞങ്ങളെ വെറുതെ എന്നിട്ട് ഇയാളുടെ പുറത്ത് കയറുന്നു. അയാളുടെ അടുത്തോടെ ഇങ്ങനെ എന്നിട്ട് അങ്ങ് പോയി. അയാൾ നിർത്തിയില്ല. എന്നിട്ട് പിന്നെ അയാൾ അങ്ങ് പോയി. ഇതേപോലെ നേരത്തെ ഞാൻ ചോദിച്ചായിരുന്നു, ഈ പറയുന്ന പേടിച്ചു പോയിട്ടുള്ള സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ടോ എപ്പോഴെങ്കിലും ട്രാവൽ ചെയ്യുന്ന സമയത്ത്? അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടോ? പേടിച്ചു പോയെന്ന് പറഞ്ഞാൽ ലോറിയെ പോയപ്പോഴല്ല, ഒരു പ്രാവശ്യം എൻഡവറും കൊണ്ട് ഞങ്ങൾ ലഡാക്ക് പോയപ്പോഴും പിന്നെ കാരവനായിട്ട് ലഡാക്ക് പോയപ്പോഴാണ് അല്ലേ പേടിച്ചു പോയെന്ന് പറഞ്ഞാൽ. ഈ എൻഡവറും കൊണ്ട് പോയപ്പോൾ അത് ഇച്ചിരി പേടി തോന്നി, എനിക്ക് നല്ല പേടി തോന്നിയിട്ടുണ്ട്. എൻഡവറും കൊണ്ട് പോയപ്പോൾ അത്രയും തോന്നിയില്ല. ലഡാക്കിലൊക്കെ ആരും രാത്രിയിൽ ഓടിക്കാറ്, ഞങ്ങൾ രാത്രിയിൽ ഓടിച്ചു. അപ്പോൾ അന്ന് പണി നടക്കായിരുന്നു വഴിയുടെ എല്ലാം. അപ്പോൾ ആ വഴിയിൽ നിന്ന് ഇറങ്ങി ഈ ഗൂഗിൾ മാപ്പ് നെറ്റ്വർക്കും ഒന്നുമില്ല. അതിലെ ഈ കുറച്ച് ദൂരം എന്ന് വെച്ചാൽ ഒരു ടൗണിൽ നിന്ന് അടുത്ത ടൗണിലേക്ക് ഒരു 10-50 കിലോമീറ്റർ ഒന്നും ഒരു ആൾതാമസമില്ല, ഒന്നുമില്ല, ചുമ്മാ ഇങ്ങനെ വിജനമായ സ്ഥലമാണ്. രാത്രിക്ക് ഞങ്ങൾ 4 പേരും. അപ്പോൾ അങ്ങനെ പോയപ്പം കുറച്ച് കഴിഞ്ഞ് റോഡിൽ നിന്ന് ഇറങ്ങി ഇത് തോട്ടിൽ കൂടെ ഒക്കെ ഇറങ്ങി വഴി പോകുന്നത്. പിന്നെ ഈ വണ്ടി ഓടിയേക്കുന്ന പാട് നോക്കി തന്നെയാണ് പോയത്. അന്ന് ചെറുതായിട്ട് വലിയ പ്രശ്നമൊന്നും ഉണ്ടായില്ല. പിന്നെ എന്താ പറയുക, ഇപ്പം ഭയങ്കരമായിട്ട് മഞ്ഞായിരുന്നു അവിടെ. അതാ ഏറ്റവും കൂടുതൽ മറ്റത് അവിടെ ലാൻഡ് സ്ലൈഡ് ഉണ്ടായിരുന്നു തോട്ടിക്കൂടെ പോയ സമയത്ത്. അങ്ങനെ എന്നുവെച്ചാൽ ഹൈറ്റ് മനസ്സിലാവുന്നില്ല, ഈ സൈഡിലുള്ള ഇതിന്റെ ഒക്കെ ആണോ ഇതൊന്നും ഭയങ്കര ഇരുട്ട്. ഇത് മഞ്ഞിനകത്ത് പറഞ്ഞാൽ അതിന്റെ തൊട്ട് മുകളിൽ വരെ മുത്ത വണ്ടി ഓടിച്ച എൻ്റെവർ. അപ്പം മുത്ത് പിന്നെ ഛർദിക്കാൻ അവിടെ -10 അത്രയും കണ്ടായിരുന്നു ടെമ്പറേച്ചർ. അപ്പോൾ 7, 8 അങ്ങനെ ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്കൊന്ന് വയ്യാണ്ടായി, ആൾട്ടിറ്റ്യൂഡ് പിടിച്ച് ലാസ്റ്റ് മേളിൽ ചെന്നപ്പോഴേക്കും ഒട്ടും വയ്യാണ്ടായി. പിന്നെ ഞാൻ കിടന്നു. പിന്നെ അച്ഛനും മല കയറിയിട്ട് പിന്നെ താഴോട്ട് ഇറക്കത്തിലാണ്, ടോപ്പിലാണ്. അപ്പം അപ്പുറം താഴെ നിന്ന് ഇങ്ങനെ വണ്ടി മഞ്ഞ് കാരണം കയറാതെ 2-3 വണ്ടി താഴെ ഇങ്ങനെ കിടക്കുക. അതുകൊണ്ട് ഒരാൾ ഇവിടെ നമ്മളെ ബ്ലോക്ക് ചെയ്ത് നിർത്തിയേക്കാം. ഞാനാണ് ഏറ്റവും മുന്നേ വയ്ക്കുന്നത്. അപ്പോൾ എൻ്റെ പുറകിലൊരു ടാക്സി കൊടുത്ത ഒരു ഇന്നോവക്കാരനും കൊണ്ടായിരുന്നു. നമ്മുടെ ഈ ചെയിനൊക്കെ ഉണ്ട് ടയർ ഇടാൻ. അപ്പോൾ അയാളുമായിട്ട് ഞാൻ പോയി സംസാരിച്ച് ഞാൻ ചോദിച്ചു ചെയിൻ ഇടണമെന്ന് ചോദിച്ചാൽ അയാൾ പറഞ്ഞാൽ കുഴപ്പമില്ല പോകുമെന്ന് പറഞ്ഞു. അപ്പോൾ കുറച്ച് നേരം ഞാൻ അവിടെ നിന്ന് കഴിഞ്ഞാൽ ഈ വണ്ടി കയറുന്നില്ല, എന്തോ ചെയ്താൽ.
അത് റൈറ്റ് സൈഡിലാണ്. നമ്മൾ ഈ ഇറങ്ങി പോകുന്ന ലെഫ്റ്റ് സൈഡ് ഭയങ്കര കുഴിയാണ്. അപ്പം കുറേ നേരം കഴിഞ്ഞ് ഒരു സന്ധ്യ, ഒരു 7 മണിയായി, ഇരുട്ടി, ചെറിയ ഒരു വെട്ടമേ ഉള്ളൂ. അപ്പോഴത്തേക്ക് പിന്നെ കുറേ നേരം കഴിഞ്ഞപ്പോൾ പൊക്കോളാൻ പറഞ്ഞു. അപ്പം അല്ല, ഞാൻ ഇന്നോവക്കാരൻ നമ്മളോട് പറഞ്ഞു ഇത് വണ്ടി എടുത്തോ, വണ്ടി എടുത്ത് പോകാൻ കുഴപ്പമില്ലെന്ന് കുഴപ്പമില്ലെന്ന് പറഞ്ഞു. അപ്പം ഞാൻ മുന്നല്ല, ഞാൻ അങ്ങ് എടുത്ത് ശാലം അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞപ്പോഴത്തേന് ഞാൻ നോക്കുമ്പോൾ ഇത് ഈ ഒന്ന് ഐസിനകത്തൂടെ മഞ്ഞ പോലെ കിടക്കുക റോഡ്, ഗ്ലാസ് പോലെ കിടക്കുക. അപ്പം ഞാൻ ഈ മഞ്ഞിനകത്തൂടെ ഒന്നും ഓടിച്ചിട്ടൊന്നുമില്ല. അപ്പോഴത്തേക്ക് ഈ വണ്ടി ഇങ്ങനെ പോകുന്നത്. അപ്പം അതിൻ്റെ ഒരു മോഡുണ്ട്, മഞ്ഞിനകത്തിടുന്ന ഒരു മോഡുണ്ട്. അത് ടെറൻ മോഡ് ഓരോ ഒന്ന് മാറ്റിയിടാം. അപ്പോൾ അതിട്ടിട്ടാണ് പോകുന്നത്. ഈ എൻ്റെ ആയതുകൊണ്ട് വലിയ പ്രശ്നം ഉണ്ടായില്ല. അതിലിങ്ങനെ ഒന്ന് ഒരു 100-300 മീറ്റർ എന്ന് പറഞ്ഞുകൊണ്ടല്ലോ അന്തരീക്ഷത്തിൽ കൂടെ ആയിരുന്നു. അങ്ങോട്ടോ ഇങ്ങോട്ടോ പോയിട്ടുണ്ട്. ഇങ്ങോട്ട് പോയാൽ പിന്നെ കുഴപ്പമില്ല, മറ്റേ വണ്ടിക്കിട്ട് തട്ടുകയുള്ളൂ. ലെഫ്റ്റിലേക്ക് പോയാൽ ഭയങ്കര കുഴിയാണ്. എന്ന് പറഞ്ഞാൽ ഇങ്ങനെ അങ്ങോട്ടോ ചായ എല്ലാ ദൈവങ്ങളെയും വിളിച്ചു. അതെ, ഇവള് ഭയങ്കരമായിട്ട്, ഞാനും ഭയങ്കരമായിട്ട് പേടിച്ചു പോയത്. പിള്ളേരുണ്ട്, എനിക്ക് ബോധമില്ലായിരുന്നു. അതുകൊണ്ട് കഥകൾ മാത്രമേ കേട്ടിട്ടുള്ളൂ. ഫുൾ ഔട്ട്. ആ 300 മീറ്റർ ഒരു എന്നാ പറയുന്നത്, ഈ നമ്മളൊക്കെ ഈ എണ്ണ ഒഴിച്ചു വിട്ടയച്ച് അതിനകത്തോട്ട് നടന്നു പോയെങ്കിൽ എന്ന് പറഞ്ഞ പോലെ ഒരു അന്തരീക്ഷത്തിൽ നിൽക്കുന്ന പോലെ ആയിരുന്നു. ഇങ്ങനെ അങ്ങ് പോയി. അവിടെ കഴിഞ്ഞ് പിന്നെ കുഴപ്പമില്ല. 40 കിലോമീറ്റർ ഇറങ്ങിക്കഴിഞ്ഞാൽ താഴെ ലെവലിലെത്തിയത്. അപ്പോൾ അവിടുന്ന് താഴെ പോലത്തെ കുഴി എന്തേരം ഉണ്ടായിരുന്നു ഓർത്ത് നോക്കി. ഇതിപ്പം നിങ്ങൾക്ക് ഇപ്പൊ പുതിയ സ്ഥലത്തേക്ക് പോവാം. ഇപ്പം മാപ്പ് ഉണ്ടാവില്ല, ലൊക്കേഷൻ ഉണ്ടാവില്ല, എങ്ങനെ പോകേണ്ട വഴികൾ അറിയില്ല. അപ്പോൾ വഴികൾ എപ്പോഴെങ്കിലും ബുദ്ധിമുട്ടായിട്ടുണ്ടോ? വഴികൾ ചില സമയം അവിടെ നിന്ന് ചെന്ന് വഴി ചോദിച്ചു പോകാനൊന്നും പറ്റില്ല. ഒരു ബോർഡുണ്ടെങ്കിൽ നോക്കി പോവാം. നെറ്റില്ല. ഒരു വണ്ടി കാണണമെങ്കിൽ കുറേ നേരം നിന്നാലേ അതിലൊരു വണ്ടി വരും. രാത്രിക്കൊന്നും ഒട്ടും വണ്ടിയില്ല. 7 മണി കഴിഞ്ഞാൽ 6-7 മണി കഴിഞ്ഞാൽ വണ്ടി ഓടുകയില്ല. അപ്പോൾ ചിലയിടത്തൊക്കെ നമ്മൾ ആരുടെയൊക്കെ ലോക്കൽ ആൾക്കാരോട് ചോദിച്ച് അങ്ങ് പോകും. അങ്ങനെ പിന്നെ ശരിക്കും പഠിച്ചതെന്ന് വെച്ചാൽ ഈ കഴിഞ്ഞ പ്രാവശ്യം ലഡാക്കിന് കാരവനിൽ ഞങ്ങളെല്ലാവരും കൂടെ പോയി. അതിങ്ങനെ ഒരു വഴി രാത്രി ഈ പറഞ്ഞ ആ റൂട്ടിനടുത്തൊരു റൂട്ടിൽ തന്നെ പോയപ്പം കുറച്ചങ്ങ് ചെല്ലുമ്പം മൊത്തം അവിടെ എല്ലാം ഈ കല്ലിടിഞ്ഞ് വീഴുന്ന റൂട്ടാണ്. റോഡ് നിറച്ച് ഇങ്ങനെ കല്ല് കൂട്ടിയിട്ടേക്കുക. അവിടെ ചെന്നപ്പോഴത്തേക്കും ഞാൻ ഓർത്തു ഇടിഞ്ഞു വീണതാന്ന് ഓർത്തു. ഇടിഞ്ഞ ഒരു റോഡ് പണി നടന്നിരിക്കുക. മുന്നോട്ട് അപ്പോൾ കുഞ്ഞിക്കണ്ണം പറഞ്ഞു, ഇന്നോ ഇത് കല്ല് അവിടെ നിന്ന് ഇടിഞ്ഞു വീണതാന്ന് തോന്നുന്നു. ഒന്നും കാണത്തുമില്ല, അത് കല്ല റോഡ് മൊത്തം. എന്നിട്ട് പിന്നെ അവിടുന്ന് പെട്ടെന്ന് ഞങ്ങൾ ഇറങ്ങി വണ്ടി കുറച്ച് റിവേഴ്സ് മാറ്റിയിട്ടിട്ട് പിന്നെ ഇപ്പുറത്തൊരു വഴി ഇറങ്ങിപ്പോകുന്നുണ്ട്. അതാണോന്ന് നോക്കുകയും ചെയ്യണം. ഇല്ലേ ഈ വലിയ വണ്ടിയല്ലേ, പോയിട്ട് പിന്നെ തിരിക്കാനൊന്നും ഇട കിട്ടുകയല്ല. ഞങ്ങൾ പിന്നെ നടന്ന് കുറേ ദൂരം പോയി നോക്കിയേച്ച് പിന്നെ വണ്ടി എടുത്തിട്ടുണ്ടായില്ല. പോയി പിന്നെ അങ്ങോട്ട് അധികം പോയില്ല. അപ്പുറം എടുത്തുകൊണ്ടിട്ട് അത് കിടന്നു. അതിന് കുറച്ച് മുന്നോട്ട് പോയപ്പോൾ ചെറിയ വഴിയും പിന്നെ ഈ കല്ലിടിഞ്ഞ് വീണ. അതുകൊണ്ട് അവിടെ രാത്രിയിലെ ആൾക്കാർ പോകാത്ത, കല്ല് എപ്പോഴാണ് വരുന്നതെന്ന് പറയാൻ പറ്റില്ല. കാറ്റടിക്കുമ്പോൾ പോലും കല്ല് വരും. അപ്പോൾ അതുകൊണ്ട് പകൽ മാത്രം ആൾക്കാർ നിൽക്കുന്നുണ്ട്. അവിടെ നിന്നിട്ട് നോക്കിയിട്ട് നമ്മൾ ചെന്നിട്ട് ആ ലാൻഡ് സ്ലൈഡിങ്ങുള്ള അടുത്ത് ചെന്നിട്ട് പിന്നെ വണ്ടി തിരിച്ച് വേറെ അടുത്ത് റോഡ് പണിക്കാരുടെ ഒരു ക്യാമ്പ് ഉണ്ടായിരുന്നു. അതിനടുത്ത് കൊണ്ട് വണ്ടി ഇട്ടിട്ട് പിന്നെ ഞങ്ങൾ അവിടെ കിടന്നുറങ്ങി. പിറ്റേ ദിവസം രാവിലെ അതിലേ പോയതും റിസ്ക് ആയിരുന്നു. അതെ, രാവിലെ വന്നിട്ടും പാടായിരുന്നു. ഇത് വലിയ വണ്ടിയല്ലേ, 9 മീറ്റർ നീളമുള്ള വണ്ടിയാണ്. അപ്പോൾ ഇതിൻ്റെ വീൽ ബേസ് കൂടുതലായതുകൊണ്ട് പലയിടത്തും ഇങ്ങനെ വണ്ടി ഇങ്ങനെ ഒരു വളവാണ്, ഇങ്ങനെ തിരിഞ്ഞ് വരുമ്പം ബാക്ക് വീല് വെളിയിലായിരിക്കും, റോഡിന് വെളിയിലായിരിക്കും. അങ്ങനെയൊക്കെ ആയിരുന്നു.